ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് സംഖ്യകൾ ഈ പറയുന്നത് പോലെ പുറകോട്ട് ചൊല്ലി ശേഷം ഈ പറയുന്ന ഒരു വരി ഉരുവിട്ടാൽ അപാരമായ സമ്പത്ത് വന്നു ചേരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു രഹസ്യവിദ്യയാണ്. ഇത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത, നിങ്ങൾക്ക് സമ്പത്തും സമാധാനവും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആ മനസ്സിൻ്റെ ഒരു പ്രത്യേക ശക്തിയും ഉണർത്തുന്ന ഒരു വിദ്യയാണ്. ഇതെല്ലാവരും അറിയുന്നതും കാണുന്നതും ചെയ്യുന്നതും അവരവർക്ക് ഗുണം ചെയ്യും. ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങളും പറയുന്നത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും വളരെ കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ. അതും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും ചെറിയ വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും അവനവനും സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളും ഒക്കെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഈ വീഡിയോ പറയുന്ന പോലുള്ള നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരാളുടെ കൈരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം നോക്കിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ ഫ്രീ ആകുമ്പോൾ മാത്രമേ റിപ്ലൈ തരത്തുള്ളൂ. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ല, പറ്റുന്ന ആളുകൾക്ക് റിപ്ലൈ തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, മിക്കവാറും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും. അല്ലാത്തപ്പം ശിവവിദ്യ, ക്രിയായ കുണ്ടലിനി, പ്രാണായാമം, ഇങ്ങനെയുള്ള പല വിദ്യകളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഫോൺ വിളിച്ചാൽ എടുക്കാത്തത് മിക്കവാറും വർക്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അതിനാണ് വാട്സപ്പിൽ ഇട്ടോളാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് സാഹചര്യം. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും മന്ത്രങ്ങളോ വിദ്യകളോ ഒക്കെ ചെയ്യാം. നമുക്ക് ബലം നൽകിയിട്ടുള്ള മന്ത്രങ്ങൾ, വഴിപാടുകൾ, അതൊക്കെ കഴിയുന്നത് ആവർത്തിക്കണം. നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള, നിങ്ങൾക്ക് ബലം നൽകിയിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ പതിവായിട്ട് ചെല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ രാവിലെ കിഴക്കോട്ടിരുന്ന് കസരയിരുന്നോ പുൽപ്പായിലിരുന്നോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. ഇത് ചെയ്യുമ്പോൾ ഈ പറയുന്ന ആ കാര്യത്തിലായിരിക്കണം ശ്രദ്ധ. നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം ഒരു 44 വയസ്സാണെന്ന് വിചാരിക്കുക, ഉദാഹരണം. അപ്പോൾ ഈ 44 തൊട്ട് പുറകോട്ട് എണ്ണണം. 44, 43, 42, 41, 40, 39, 38 എന്നിങ്ങനെ പുറകോട്ട് കൊണ്ട് എണ്ണണം. മനസ്സിലല്ല, എണ്ണി 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 കണ്ണടച്ചുകൊണ്ട് എണ്ണണം. എണ്ണി എണ്ണി 0 വരണം. 0 വന്നു കഴിയുമ്പോൾ മനസ്സ് ആ ഒരവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ശിവായ നമ എന്ന് കൊണ്ട് ഉച്ചരിച്ച് ജപിക്കണം. എന്നിട്ട് അല്പനേരം ആ ഉള്ളിൽ, മനസ്സിൽ, നമ്മുടെ തന്നെ ഉള്ളിൽ ലയിച്ചിരിക്കുക. വീണ്ടും ഒന്നുകിൽ ഈ മന്ത്രമായിരിക്കും ഏറ്റവും നല്ലത്. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. അത് ഹായാണ്, ഹ്രീമേ ജപിക്കാവുള്ളൂ, കാ ജപിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഈ മന്ത്രം ജപിച്ചിട്ട് ഒരു തവണ ജപിച്ചിട്ട് അല്പനേരം മനസ്സിൽ ലയിച്ചിരിക്കുക. അപ്പോൾ മനസ്സിൽ നിങ്ങളൊരു ഓറഞ്ച് നിറത്തിലുള്ള പ്രകാശം ധ്യാനിച്ച് വേണം ഇത് ചെയ്യാൻ. ആ പ്രകാശത്തിൽ വേണം മന്ത്രം ജപിച്ച് ധ്യാനിച്ചിരിക്കാൻ ഹൃദയത്തിൽ. ഇത് കഴിഞ്ഞ ഉടനെ ഈ ഓറഞ്ച് നിറത്തിലുള്ള പ്രകാശം കണ്ണ് തുറന്നുകൊണ്ട് തന്നെ സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരത്തിന് വെളിയിൽ വന്ന് നിങ്ങൾക്ക് ചുറ്റും വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. മതി. ഇത് രാവിലെയും വൈകിട്ടും ചെയ്യാം. ഇത് നിത്യേന ചെയ്തു പോന്നാൽ മഹാലക്ഷ്മിയുടെ അപാരമായ സമ്പത്ത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മാത്രമല്ല, ഇത് വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് വലിയ രീതിയിലുള്ള സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു വരും. ഇതൊരു രഹസ്യവിദ്യയാണ്. അപ്പോൾ ഇവിടെ ആദ്യം ജപിക്കേണ്ടത് ശിവായ നമയാണ്. ഓം ജപിക്കേണ്ട, വെറും ശിവായ നമ മനസ്സിൽ കണ്ണടച്ച് ഉള്ളിൽ ഹൃദയത്തിലെ ഒരു ഓറഞ്ച് പ്രകാശം ധ്യാനിച്ചിട്ട് ആ പ്രകാശം ധ്യാനിച്ചുകൊണ്ട് ശിവായ നമ എന്ന് കൊണ്ട് ഉച്ചരിച്ച് ജപിക്കണം. എന്നിട്ട് ആ പ്രകാശത്തെ ധ്യാനിച്ചിരിക്കണം. അതിനുശേഷം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഇതിൻ്റെ അത് ശ്രീമും ക്ലീമും നീട്ടി ജപിക്കണം. ഓം സാധാരണ പോലെ ജപിച്ചാൽ മതി. നീട്ടുകയും വേണ്ട, കുറുക്കുകയും വേണ്ട, മധ്യമത്തിൽ സാധാരണ പോലെ ജപിക്കുക.
ശ്രീമും ക്ലീമും നീട്ടണം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഉള്ളിലുള്ള ഓറഞ്ച് പ്രകാശത്തെ ശ്രദ്ധിച്ച് ജപിച്ചിട്ട് ആ ഓറഞ്ച് പ്രകാശത്തിൽ അല്പനേരം ധ്യാനിച്ചിരിക്കുക. അതിനുശേഷം ഈ ഓറഞ്ച് പ്രകാശം കണ്ണു തുറന്ന് ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ചുറ്റും വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതിൽ മുഴുകി നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതിൽ നിങ്ങൾ മുഴുകി നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ചുറ്റും വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ 24 വയസ്സാണെങ്കിൽ 24 തൊട്ട് 0 വരെ എണ്ണണം, പുറകോട്ട് കണ്ണടച്ച്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് 13 വയസ്സാണെങ്കിൽ 13 തൊട്ട് പുറകോട്ട് 0 വരെ കണ്ണടച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് വാ കൊണ്ട് എണ്ണണം. എന്നിട്ടായി വിദ്യ ചെയ്യണം. നിങ്ങൾക്കൊരു 50 വയസ്സാണെങ്കിൽ 50 തൊട്ട് പുറകോട്ട് എണ്ണുക. നിങ്ങൾക്കൊരു 48 വയസ്സാണെങ്കിൽ 48 തൊട്ട് 0 വരെ പുറകോട്ട് എണ്ണുക. വാ കൊണ്ട് എണ്ണണം, കണ്ണടച്ച് വേണം ചെയ്യാൻ. അപ്പോഴേ മനസ്സ് ഈ പുറകോട്ട് എണ്ണുമ്പം മനസ്സ് പുറകോട്ട് സഞ്ചരിക്കും, നിങ്ങളുടെ ഉള്ളിലേക്ക് സഞ്ചരിക്കും. ആ 0 വരുമ്പം മനസ്സ് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലായിരിക്കും, മനസ്സിൻ്റെ യഥാർത്ഥ ഒരു സ്വഭാവത്തിലായിരിക്കും. ആ മനസ്സ് ശുദ്ധമായ മനസ്സായിരിക്കും. ആ മനസ്സാണ് ഈശ്വരീയതയുള്ളത്. ആ മനസ്സിൽ എന്തു ചിന്തിച്ചാലും അത് സംഭവ്യമാകും. ആ മനസ്സിൽ നമ്മൾ ശിവായ നമ എന്ന മോഹന മന്ത്രമാണ് ജപിക്കുന്നത്, എന്തും സാധിച്ചു തരുന്ന മന്ത്രം. അതിനുശേഷം മോഹനമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ, ശിവമന്ത്രം ജപിച്ചിട്ട് മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം മോഹനമന്ത്രമാണ്, ശിവായ നമ. അത് ജപിച്ചിട്ട് മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചാൽ മഹാലക്ഷ്മിക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ആ രഹസ്യവിദ്യയുടെ ഒരു പ്രത്യേകത. ഇത് ഇങ്ങനെ ഈ വിദ്യ ചെയ്താൽ സമ്പത്ത്, ഐശ്വര്യം, സമാധാനം ഒക്കെ ഉണ്ടാകും. മനസ്സിലെ എല്ലാവിധ ടെൻഷൻസും മാറും. മാത്രമല്ല എല്ലാ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കാനും പറ്റും, എന്ത് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. ആ വാചകം ഒന്നുകൂടെ പറയാം, നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. ശരിയായിട്ട് ചെയ്താൽ, വിശ്വാസത്തോടെ ചെയ്താൽ, കറക്റ്റ് പ്രോപ്പർ വേയിൽ ഞാൻ പറഞ്ഞു തന്ന ആ രീതിയിൽ ചെയ്താൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും അവനവൻ്റെ ഉള്ളിലെ ഈശ്വരീയതയെ അറിഞ്ഞവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിൽ വിശ്വസിക്കണം, ശരിയായിട്ട് ചെയ്യണം എന്ന് മാത്രമാണ്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒരു ചായ കുടിക്കാൻ പോകും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം ഞാൻ ഈ അടുത്തുള്ള ഒരു ബേക്കറിയിൽ ചായ കുടിക്കാൻ പോകുമ്പം അവിടെ ഒരു സ്റ്റാഫുണ്ട്. അപ്പോൾ അവർ നല്ലൊരു ആളാണ്. അപ്പം മക്കളുടെ കാര്യമൊക്കെ പലപ്പോഴും പറയും. നമുക്കും ഉണ്ട്, അവരൊക്കെ എന്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പം ആ കുട്ടികളൊക്കെ പോയി ഒന്ന് രക്ഷപ്പെട്ടാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. ഞാൻ എന്നാലാവുന്ന പോലെ ഒരു കാര്യം, ഒന്നല്ല പല കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റുമാനൂരപ്പന് ഒരുപാട് സംസാരിക്കുമ്പോൾ ചെറിയ ഒരു കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ട്, കാരണം ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് ബാക്കി തുടരാം. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പറഞ്ഞുതരാം. ഗുരുവായൂരപ്പനല്ല, ഏറ്റുമാനൂരപ്പന് കെടാവിളക്കിൽ എണ്ണ ഒഴിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അവരത് ചെയ്തു. ഞാൻ പറഞ്ഞുകൊണ്ടോ ചെയ്തുകൊണ്ടോ അല്ല, അവർ വിശ്വാസത്തോടെ ചെയ്തു. ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ അവരുടെ മകൻ ഗൾഫിന് പോയി. നോക്കൂ, ഒരു ജീവിതത്തിൽ വലിയൊരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഏറ്റുമാനൂർ അമ്പലം വരെ പോയി കടാവിളക്ക് എണ്ണ ഒഴിക്കുന്നതിന് എന്നാ ചിലവ് വരും? നല്ല കാര്യമാണ് ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നതല്ല. അത് അവരുടെ ജീവിതം മാറ്റി. പയ്യൻ ഗൾഫിന് പോയി. എന്തൊരു സന്തോഷമാണ് അവരത് പറയുമ്പോൾ. അത് ഞാൻ പറഞ്ഞു കൊടുത്ത ആ കാര്യം ചെയ്തു എന്ന് എന്നോട് പറഞ്ഞപ്പം ഞാൻ ഗൾഫിന് പോയ പോലെയുള്ള സന്തോഷം എനിക്കുണ്ടായി. ഇങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതം മാറുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് പലരും മെസ്സേജ് ചെയ്താറുണ്ട്. പലർക്കും മാനസികമായ ടെൻഷൻ, വിഷമം, അതൊക്കെ പല ഫീൽഡുകളിൽ ജോലി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാർക്കും പലർക്കും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ വാട്സപ്പിൽ മെസ്സേജ് പലപ്പോഴും കാണാം. എല്ലാവർക്കും വേണ്ടി ഒരു നല്ല കാര്യം പറഞ്ഞുതരാം. ഒരു ടെൻഷനും ഉണ്ടാകത്തില്ല, സംശയം വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പം ചെയ്യാം. നിങ്ങളുടെ ഉള്ളിൽ ശിവനെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് ആ ഭഗവാനെ ശിവോഹം ജപിക്കുക, മനസ്സ് ജപിക്കുക. അല്ലെങ്കിൽ ആദ്യം വാ കൊണ്ട് ഒരു തവണ അല്ലെങ്കിൽ 3 തവണ ജപിച്ചിട്ട്
പിന്നെ മനസ്സിൽ ജപിക്കേണ്ട, ആ കറുത്ത രൂപത്തിലുള്ള ശിവനെ ധ്യാനിച്ചിരുന്നാൽ മതി. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഇതങ്ങ് ചെയ്തു, കിടക്കപ്പായിരുന്നുകൊണ്ട് ചെയ്തു. ശിവനെ കറുത്ത രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിക്കുക, കണ്ണടച്ചു. എന്നിട്ട് വാ കൊണ്ട് ഉച്ചരിച്ച് ശിവോഹം 3 തവണ ജപിക്കുക. എന്നിട്ട് ആ കറുത്ത രൂപത്തിൽ ശിവനെ ധ്യാനിച്ച് അല്പനേരം ഇരിക്കുക. അപ്പോൾ ആ കറുത്ത രൂപത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകണം. അങ്ങനെ ഒരു 1/2 മിനിറ്റോ 1 മിനിറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ഇരിക്കുക. ഞാൻ പറയുന്നു, ഇത് ദിവസവും രാവിലെയും വൈകിട്ടും ചെയ്തോ, ആ വ്യക്തിക്ക് ഭയം എന്നൊരു കാര്യം ഉണ്ടാകത്തില്ല, ടെൻഷൻ ഉണ്ടാകത്തില്ല. ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ഭഗവാൻ നടത്തി കൊടുക്കും. ഇതാരും ഒരിക്കലും പറഞ്ഞു തരാത്ത രഹസ്യവിദ്യയാണ്. ശിവൻ മകാരമാണ്. ശിവൻ ആദ്യന്തരഹിതനാണ്. ശരിക്കും ആ കറുത്ത രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നതാണ് ഏറ്റവും വലിയ വിദ്യ. ആ കറുപ്പ് തന്നെയാണ്, അല്ലെ ആ ഇരുട്ട് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിലുള്ളത്. അത് തന്നെയാണ് സത്യം. അതാണ് എന്നും നിലനിൽക്കുന്നത്. അതാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതാണ് എപ്പോഴും ഉള്ളത്. ആ ഇരുട്ട് തന്നെയാണ്. ആ കറുത്ത ഇരുട്ട്, ആ കറുത്ത രൂപത്തിൽ ശിവനെ ധ്യാനിക്കുന്നതാണ്. അതിനപ്പുറത്തൊരു വിദ്യയില്ല, അതിനപ്പുറത്തൊരു അറിവില്ല, അതിനപ്പുറത്തൊരു ശക്തിയില്ല. മനസ്സ് ചലിക്കത്തില്ല, നിങ്ങളെ ഭയം തൊടുകയില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നു. ഇത് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മേഖലകളിലും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒക്കെ ഒരു ഭയങ്കര ടെൻഷനും സമ്മർദ്ദവും അനുഭവിക്കുന്ന അവർക്കെല്ലാം വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ശരിയായിട്ട് ചെയ്തു നോക്കിക്കോ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കും. ഒരു ടെൻഷൻ ഉണ്ടാകത്തില്ല. എല്ലാ കാര്യം ഭഗവാൻ നടത്തി തരും. അവനവൻ്റെ ഉള്ളിൽ വേണം കറുത്ത രൂപത്തെ ധ്യാനിക്കാൻ, വെളിയിലല്ല. നിങ്ങളുടെ ഉള്ളിലെ കറുത്ത രൂപത്തിൽ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഏറ്റവും ആ ഉള്ളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. എല്ലാ ആറ്റങ്ങളുടെയും എല്ലാത്തിൻ്റെ ഉള്ളിലും ഈ ഡാർക്ക് എനർജി ഉണ്ട്, അല്ലെ കറുത്ത എനർജി, കറുത്ത രൂപം, അല്ലെ കറുത്ത എനർജി ഉണ്ട്, എല്ലാത്തിൻ്റെ ഉള്ളിലുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശിവനെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ചാൽ ഏറ്റവും സൂക്ഷ്മത്തിലേക്കാണ് ആ ധ്യാനം പോകുന്നത്. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിനപ്പുറത്തൊരു വിദ്യയില്ല. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇത് ചെയ്യുന്നവരാരാണേലും അവർക്ക് ഭയം തൊടുകയില്ല. ഇനിയും ഇതിപ്പോൾ എല്ലാ പ്രായക്കാർക്കും ചെയ്യാം, ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉള്ളവർക്കും എല്ലാ കാര്യവും അവരുടെ സ്മൂത്തായിട്ട് നടക്കും. ചെയ്തു നോക്കുക. ശിവവിദ്യയാണ് കേട്ടോ ഇത്. എൻ്റെ വിദ്യയോ എൻ്റെ അറിവോ അല്ല, ശിവൻ്റെ തന്നെ വിദ്യയാണ്. ഭഗവാനെ സങ്കല്പിച്ച് തന്നെ ചെയ്യുക. ഞാനൊരു പറഞ്ഞു തരുന്ന ഒരാൾ, അതിനപ്പുറത്ത് യാതൊരു വില എനിക്കില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്കിത് കിട്ടുന്നെങ്കിൽ കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിചാരിക്കുക. അതിന് ഭഗവാനെ നന്ദി പറയുക. ഞാൻ ആരുമല്ല, ഞാൻ അറിയാവുന്ന കാര്യം പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. ഇനി കുട്ടികൾ ഭയമുള്ള, ഇതിപ്പോൾ ഈ കറുത്ത രൂപത്തിൽ ശിവനെ ധ്യാനിക്കുന്ന എല്ലാവർക്കും ചെയ്യാം. കുട്ടികൾക്കും ചെയ്യാം, വലിയ ആളുകൾക്കും ചെയ്യാം, പ്രായമായവർക്കും ചെയ്യാം, ഏത് പൊസിഷനിൽ ഇരിക്കുന്നവർക്കും ചെയ്യാം, എത്ര സ്ട്രെസ് ഉള്ളവർക്കും ചെയ്യാം. മനസ്സിലായല്ലോ. ഇനിയും പറഞ്ഞു തരുന്ന വേറൊരു കാര്യമാണ്, ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഭയമുള്ള കുട്ടികളുണ്ട്. ഭയങ്കര ഭയമാണ് എല്ലാത്തിനോടും. അത് മാറാനൊരു രഹസ്യവിദ്യ പറഞ്ഞുതരാം. ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് അണയ്ക്കുക. ഇപ്പം ഇരുട്ടായിരിക്കുമല്ലോ, ആ ഇരുട്ടത്ത് മറ്റ് സീറോ ബൾബോ ഒന്നും കാണരുത്, ഇരുട്ടായിരിക്കണം. ആ ഇരുട്ടത്ത് അല്പനേരം ആ ഇരുട്ടിനെ നോക്കി ശിവോഹം ജപിക്കുക. എന്നിട്ട് ആ ഇരുട്ട് നിങ്ങളുടെ കണ്ണിൽ കൂടെ കയറി ശരീരമാസകലം വ്യാപിച്ചു ഉള്ളിലേക്കിറങ്ങി ആ ഇരുട്ട് ഉള്ളിലെ ഹൃദയത്തിൽ ഒരു ശിവരൂപമായിട്ട് വന്ന് ആ ശിവരൂപത്തിൽ കണ്ണ് തുറന്ന് ശിവോഹം ജപിച്ച് ധ്യാനിച്ചിരിക്കുക. നല്ല ഉറക്കവും കിട്ടും, ഭയം തൊടത്തില്ല ആ വ്യക്തിയെ. മാത്രമല്ല എല്ലാ കാര്യം ഭഗവാൻ സാധിച്ചു തരികയും ചെയ്യും. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വിദ്യ ചെയ്തു ഭഗവാൻ എല്ലാ കാര്യവും ആ വ്യക്തികൾക്ക് നൽകിയിരിക്കും, ഭയം മാറും. അപ്പോൾ രാവിലെ ചെയ്യാനുള്ള കാര്യം പറഞ്ഞു, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യം പറഞ്ഞു.
ഇനിയിപ്പം കുട്ടികൾക്കും ഈ പറഞ്ഞ കാര്യം കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ചെയ്യാം. ഈ രണ്ടാമത് പറഞ്ഞ കാര്യം ആർക്കും ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടാത്ത സംഭവമായി പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കതിൻ്റെ വില അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്യുന്നവർക്ക് മനസ്സിലാകും അതിൻ്റെ വില ശരിയായിട്ട്. അതിനൊന്നും വിലയിടാൻ പറ്റത്തില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഒരാളുടെ ഭയം മാറുക, ഒരാളുടെ ജീവിതം മാറുക. അപ്പം ഞാൻ ഏറ്റുമാനൂരപ്പന് കെടാവിളക്ക് എണ്ണ ഒഴിക്കാൻ പറഞ്ഞത്, അവർക്ക് ഏറ്റുമാനൂരപ്പൻ അവിടെ ഉണ്ടെന്നും അറിയാം, അവിടെ കെടാവിളക്കുണ്ടെന്നും അറിയാം, എണ്ണ ഒഴിക്കുന്ന വഴിപാടുണ്ടെന്നും അറിയാം. പക്ഷെ ഞാൻ ആ പറഞ്ഞ സമയത്ത് ആ പറഞ്ഞ രീതിയിൽ ഒഴിക്കാൻ പറഞ്ഞ് അത് ചെയ്തപ്പോഴാണ് അവരുടെ ജീവിതം മാറിയത്. നമുക്കെല്ലാം അറിയാം, അതുകൊണ്ട് കാര്യമില്ല. ഒരു കാര്യം എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിലാണ് ജീവിതം മാറുന്നത്. അല്ലാതെ നമുക്ക് ഈ അറിയാമെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. എല്ലാം അറിയാവുന്നവരെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ആവശ്യത്തിനുള്ള കാര്യം അറിയുകയും അത് ശരിയായിട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ എല്ലാം നേടുന്നത്. അല്ലാതെ അറിവുള്ളവരല്ല, കഴിവുള്ളവരല്ല. അറിയാവുന്ന കാര്യം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനുള്ള കഴിവാണ് വേണ്ടത്. എല്ലാം അറിയാനുള്ള കഴിവല്ല, അറിയുന്നത് ഏറ്റവും നല്ലതായിട്ട് മറ്റുള്ളവരെക്കാൾ നല്ലതായിട്ട് ചെയ്യാനുള്ള കഴിവാണ് വേണ്ടത്. ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന ഓരോ വിദ്യയും അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അത് വേറെ ആരും എവിടെയും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. എവിടെ വേണമെങ്കിലും പോയി നോക്കിക്കും, എവിടെ ആണെങ്കിലും നിങ്ങൾ നോക്കിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പലരും പറയുമെന്ന് അറിയത്തില്ല. അത് നിങ്ങൾ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ അറിയാം. കണക്കുകൾ കള്ളത്തരം പറയത്തില്ലല്ലോ. ഞാൻ പറയുന്നിടം വരെ ആരും പറഞ്ഞിട്ടില്ല ഇതുപോലെയുള്ള രഹസ്യങ്ങൾ. അപ്പോൾ ഈ സംഖ്യകളിൽ തന്നെ ഒരുപാട് രഹസ്യമുണ്ട്. നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നില്ല, വീഡിയോ പലരും കാണുന്നില്ല. അതായി പ്രശ്നം. ആളുകൾ ഒന്നുകിൽ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ എന്നാ കാണാനാണ്, അങ്ങനെയുള്ള പിന്നെ ഈ ജീവിതത്തിൽ കടന്ന് ഒരുപാട് പ്രതിസന്ധികളൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെ ചിലപ്പം കാണും. അതിന് നല്ലത് നമ്മളിത് നേരത്തെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഞാൻ 2 എന്ന സംഖ്യയുടെ ഈ 29 എന്ന സംഖ്യയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. സംഖ്യാജ്യോതിഷപ്രകാരം 2ൻ്റെ സ്വാധീനമാണ്, ചന്ദ്രസ്വാധീനമാണ്, ശരി തന്നെ. പക്ഷേ ഈ 2, 11, 29 ഈ 3 സംഖ്യകളിൽ 29 കുറച്ചല്പം ഒരു ദോഷവശം കൂടുതലാണ്. ഇപ്പം ഈ വണ്ടിയുടെ നമ്പർ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ 29 കിട്ടുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുറച്ച് പ്രതികൂലതകൾ കൂടുതലായിരിക്കും. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 29 ആണെങ്കിൽ കുറച്ച് പ്രതികൂലതകൾ കൂടുതലായിരിക്കും. അത് 2, 11, 29 ഈ 3 ഏതെങ്കിലും വന്നാലും ഇത് തന്നെ ഫലം. പക്ഷേ 29 ആണ് അല്പം കൂടിയിരിക്കും. ഒരാളുടെ ജനിച്ച തീയതിയും മാസവും വർഷവും തമ്മിൽ കൂട്ടുമ്പോൾ 29 കിട്ടുന്നെങ്കിൽ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായി വരും. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാൽ, ഈശ്വരാധീനമുണ്ടെങ്കിൽ അതിനുള്ള വഴിപാടുകൾ ചെയ്ത് നിങ്ങൾ സ്വയം നിങ്ങളെ പാകപ്പെടുത്തിയാൽ ഒരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല. ഏറ്റവും മിടുക്കനായിട്ട്, ഏറ്റവും ടോപ്പായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ ജീവിത ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും. ഒരു സംശയവും വേണ്ട. കാരണം അങ്ങനെ എത്രയോ ആളുകൾ ജീവിതം മാറിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ സംഖ്യാരഹസ്യങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്, ഹസ്തരേഖ രഹസ്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആരും കാണത്തില്ല. അതുപോലെ 4 എന്ന 4, 22, 11 ഈ സംഖ്യയുടെ രഹസ്യങ്ങൾ. ഒരാളുടെ വണ്ടിയുടെ 4 അക്കത്തിൻ്റെ വണ്ടിയുടെ നമ്പർ 4 അക്ക നമ്പർ കൂട്ടുമ്പോൾ 22 കിട്ടുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വളരെ പ്രതിസന്ധികൾ ഉണ്ടാകാം. അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ആവർത്തിക്കും എന്ന് കരുതി അങ്ങനെ ആവർത്തിക്കണമെന്ന് എല്ലാവർക്കും നിർബന്ധമില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു ഗുരുവായൂരപ്പനെ ദർശനം നടത്തിയാൽ, കൃഷ്ണനെ ദർശനം നടത്തിയാൽ, കൃഷ്ണക്ഷേത്ര ദർശനം നടത്തിയാൽ ഒരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല. ഇനിയിപ്പം ഗുരുവായൂർ പോകാൻ പറ്റുന്നവർ പോകുക, അല്ലാതെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോവുക, കുടുംബദേവതയെ പോയി കാണുക, വഴിപാട് ചെയ്യുക. ഏറ്റവും നല്ല വ്യക്തിയായി, ഏറ്റവും ഉയർച്ചയുള്ളവൻ എന്നും വിജയങ്ങളും ഉണ്ടായി വരും. പറഞ്ഞാൽ മനസ്സിലാകുന്നത്. ഇതുപോലെ എത്രയോ വ്യക്തികൾക്ക്, ഇപ്പം ഞാൻ പറഞ്ഞില്ല ബേക്കറിയിലെ സ്റ്റാഫിൻ്റെ കാര്യം, അവരുടെയൊക്കെ ആ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ജീവിതം, ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ജീവിതം മാറി.
അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ കാണുക, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് 15 മിനിറ്റ് അതിനുവേണ്ടി നീക്കി വെക്കുക. പലരും ബുക്കുകൾ എഴുതി വെക്കുന്നവരുണ്ട്, ഒരുപാട് ആളുകൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു റെഫറൻസ് ഗ്രന്ഥമായിരിക്കും. ഒരു വീട്ടിൽ ആ ബുക്ക് സൂക്ഷിച്ചാൽ അതിനകത്ത് എല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ചിലർ ഓഡിയോ ആക്കി യാത്രയെ കേൾക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് ഇട്ട് തരാറുണ്ട്. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾ അത് അറിയാനും ചെയ്യാനും വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ലോകത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയുന്ന ഫോളോ ചെയ്യുന്ന മലയാളികളുണ്ട്. നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നത്. അമേരിക്ക ആയാലും കാനഡ ആയാലും ഇംഗ്ലണ്ട് ആയാലും അയർലൻഡ്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഈവൻ ജപ്പാനിൽ മലയാളികൾ നമ്മൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന മലയാളീസും, മെക്സിക്കോ, അയർലൻഡ് എന്ന് വേണ്ട ഒരുപാട് വിദേശ രാജ്യങ്ങൾ, ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും, അത് മലയാളീസ് അല്ല കേട്ടോ, നേപ്പാൾ, ഹിമാചൽ പ്രദേശ്, ഓൾമോസ്റ്റ് എല്ലാം. ഇതെന്തുകൊണ്ടാണെന്നറിയോ? എല്ലാം നല്ല കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളും ലളിതമായ കാര്യങ്ങളും, അത് ചെയ്താൽ ജീവിതം മാറുന്ന കാര്യങ്ങളും, ശരിയായിട്ട് ചെയ്താൽ വിശ്വസിച്ച് ചെയ്താൽ, അതിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവനവനാണ് ചെയ്യുന്നത്. വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ്, അല്ലെ മറ്റൊന്നും കൊണ്ടല്ല. ശിവനെക്കുറിച്ച് ഞാൻ എത്രയോ സംസാരിച്ചിരിക്കുന്നു. എനിക്ക് കേദാർനാഥിൽ ഞാൻ പോകണ്ട, അവിടുന്ന് പ്രസാദം വരുന്നവരെനിക്ക് കൊണ്ടുതരാറുണ്ട്. കാശിയിൽ നിന്ന് ഇപ്പോൾ ഒരാൾ പ്രസാദം അയക്കുന്നുണ്ട്. ഇങ്ങനെ ശിവഭഗവാന്റെ എത്രയോ കാര്യങ്ങൾ ഞാൻ പോകാതെ തന്നെ എന്നിലേക്ക് എത്തുന്നുണ്ടെന്നറിയാമോ? അതെല്ലാം എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നന്മകൾ അത് ഭഗവാനിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാശി പോകണ്ട, എനിക്ക് കാശിയിൽ അവിടുത്തെ ഒരു പ്രസാദം കിട്ടാണ്, അത് പോയവരെനിക്ക് അയച്ചു തരും. മുത്തപ്പൻ്റെ അടുത്ത് ഞാൻ പോകണ്ട, അവിടെ പോയ കാര്യങ്ങൾ എനിക്ക് ഇവിടെ എത്തിക്കുന്നുണ്ട് ആളുകൾ. കേദാർനാഥിലെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ മനസ്സിൽ ഒന്നുമില്ല, ശുദ്ധമായ മനസ്സോടുകൂടി സത്യസന്ധമായിട്ടാണ് ഭഗവാനെക്കുറിച്ചാണ് ഞാൻ പറയുന്ന മുഴുവൻ. അപ്പം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല ഒരിടത്തുനിന്നും. ഇതുപോലെ ശിവനെക്കുറിച്ച് നിങ്ങൾക്കാരും പറഞ്ഞു തരത്തില്ല. ഇതുപോലെ രഹസ്യവിദ്യകൾ, നല്ല കാര്യങ്ങൾ, നല്ല പ്രാർത്ഥനകൾ, അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങൾ, ഞാൻ ഏതൊരാളുടെ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള കാര്യകാരണം കൂടെ പറയും, എങ്കിലും അവർക്ക് ശരിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞെന്ന് കരുതിയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുമെങ്കിൽ, അത് നല്ല കാര്യമാണെന്ന് തോന്നുമെങ്കിൽ അങ്ങനെയുള്ള നല്ല കാര്യം ഞാൻ പറയാറുള്ളൂ. അതിനാണ് കാര്യകാരണ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എനിക്ക് അനുഭവം ഉണ്ടായ, അല്ല ഞാൻ പറഞ്ഞ വഴിപാടുകൾ ചെയ്തവർക്ക് ഗുണമുണ്ടായ കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നല്ല നല്ല കാര്യങ്ങൾ നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. ഇനിയും ഭാര്യ ഭർത്തൃ ഐക്യം ഉണ്ടാകാൻ ഒരു കാര്യം പറഞ്ഞു തരാം. എന്തുകൊണ്ടാണെന്നറിയോ? ഈ വീട്ടിൽ ഏറ്റവും വേണ്ട സമാധാനമാണ്. അതുകൊണ്ടാണ് ഈ ഓരോ വീടുകളും സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ്, അല്ല വേറെ കാര്യങ്ങൾ പറയാനില്ലാഞ്ഞിട്ടല്ല. ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും വഴക്കാണെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് കുളിച്ചീറനോടെ തല തോർത്താതെ കുളിമുറയെന്നുകൊണ്ട് വസ്ത്രം ഉടുത്ത് തന്നെ കുളിച്ചീറനോടെ കുളിമുറയെന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഒന്നോടെ ജപിക്കാം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. സന്തോഷത്തോടെ ഒരു 3 തവണ ജപിക്കുക, ഭർത്താവിനെ ചിന്തിച്ച്. എന്നിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കുളിച്ചേക്കണം, അധികം സമയം എടുക്കാതെ. എന്നിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തല തോർത്തിയിട്ട് വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഭർത്താവിനെ ചിന്തിച്ച് ഓം നമോ നാരായണായ സന്തോഷത്തോടെ ജപിക്കുക. എത്രയോ കുടുംബങ്ങളിൽ ഐക്യമായിട്ട് പോകുന്നുണ്ട്. എത്രയോ ആളുകളുടെ അനുഭവം അവർക്ക് എനിക്ക് വാട്സപ്പ് ഇട്ട് തരുന്നുണ്ട്, ചെയ്ത് നോക്കുക. ഇനി ഭർത്താവ് മദ്യപാനം, ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഈ വിഷ്ണു ഗായത്രി ഇതുപോലെ ജപിക്കാം. ഓം നാരായണായ വിദ്മഹേ. പിന്നെ അതുപോലെ തന്നെ ഏതാണ് ഓം നാരായണായ നമേ അതുപോലെ ജപിക്കാം.
പിന്നെ ഒരു വിദ്യയും കൂടെ പറഞ്ഞുതരാം. ഹ്രീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനു രൂപ സർവദുഷ്ട സംഹാരകായ ഹും പട്ട് സ്വാഹ. ഇതൊരു വശ്യമന്ത്രമാണ്. മന്ത്രം കേൾക്കുമ്പോൾ നമുക്ക് ഒരു വലിയ ഉഗ്രമായിട്ട് തോന്നുമെങ്കിലും വശ്യമന്ത്രമാണ്, ശിവമന്ത്രമാണ്. ഹ്രീം ഹായ കേട്ടോ. ഹ്രീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനു രൂപ സർവദുഷ്ട സംഹാരകായ ഹും ഫട്ട് സ്വാഹ. ഇത് അഘോര മന്ത്രത്തിൻ്റെ മറ്റൊരു വകഭേദമാണ്. ഇത് വശ്യമാണ് കേട്ടോ. ഇത് ഭഗവാനെ കറുത്ത രൂപത്തിൽ മനസ്സിൽ ധ്യാനിച്ചു ജപിച്ചു സന്തോഷത്തോടെ സംസാരിച്ചാൽ ഏത് വ്യക്തിയും വശമാകും. ഇത് ചെയ്ത് ഒരുപാട് പേര് അങ്ങനെ ഐക്യത്തിൽ പോകുന്നവരുണ്ട്. നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്താൽ ബലം ഉണ്ടാകും, ഇല്ല വെറുതെ സമയം കളയുന്നുള്ളൂ. എന്നാലാകുന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്, നല്ല വിദ്യയാണ്. പിന്നെ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ രാവിലെ പിൻവിളക്കിന് രസീത് എടുത്ത് ഭർത്താവിൻ്റെ നാളും പേരും പറഞ്ഞ് മദ്യപാനമൊക്കെ മാറി നല്ലൊരു വ്യക്തിയാണോ എന്ന് പ്രാർത്ഥിച്ച് വെക്കുക. ഒരു ജലധാരയും കൂടെ ചെയ്യുക. പിന്നെ ഒരു ഐക്യമത്യാർച്ചയും കൂടെ പറ്റുവാണെങ്കിൽ ഒരു രസീത് ഭാര്യയും ഭർത്താവിൻ്റെ നാളും പേരും പറഞ്ഞ് ഐക്യമത്യാർച്ചന ജലധാര പിൻവിളക്ക് ഇത് തിങ്കളാഴ്ച രാവിലെ ചെയ്യുക. ഭർത്താവിൻ്റെ പേരും ഐക്യമത്യാർച്ചന 2 പേരുടെ പേരും നാളും വെക്കണം. ഭാര്യയുടെയും ഭർത്താവിൻ്റെ. ജലധാര ഭർത്താവിൻ്റെ പേര്, പിൻവിളക്ക് ഭർത്താവിൻ്റെ പേര്, ഐക്യമത്യാർച്ചന ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേര്. ഇത് തിങ്കളാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക. കരഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക. എത്രയോ കുടുംബങ്ങളാണെന്നറിയാം ഐക്യത്തിൽ പോകുന്ന പ്രശ്നങ്ങളുണ്ടായി. ഡൈവേഴ്സിൻ്റെ ബാക്കി എത്തിയവർ വരെ വളരെ ഐക്യത്തോടെ പോകുന്നവരുണ്ട്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞു തന്നെ എന്തിനാണ്, എനിക്ക് വേറെ കാര്യങ്ങൾ പറയാൻ വയ്യ. ഒരു കാര്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും ചെയ്യും, വലിയ വ്യൂസ് കിട്ടുകയും ചെയ്യും. നല്ല കാര്യം പറഞ്ഞാൽ അധികം ആരും കാണത്തുമില്ല. ഒരു 5000-6000 പേര് കണ്ടിട്ട് ആ വീഡിയോ ഒരു മൂലയിലേക്ക് പോകും. അതാ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോ നോക്കിക്കും. ഒരു 5000-6000 അല്ലെ 16 പേര് കാണും, പിന്നെ അത് അനക്കമില്ല, മൂലയിലോട്ട് പോകും. കാരണം ഈ നല്ല കാര്യം ആയതുകൊണ്ടാണ്. ഒരു കാര്യമില്ലാത്ത കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ കാണും. പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിനൊരു തൃപ്തി വേണം. അത് നിർബന്ധമാണ്. പറയുന്ന കാര്യം സത്യസന്ധവും അതുപോലെ നിങ്ങൾക്ക് പ്രയോജനം കിട്ടണം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. നല്ല വേറെ പല കാര്യങ്ങളും പറയാം. ഭാര്യയും ഭർത്താവും ഐക്യമുണ്ടാകാൻ, പിന്നെ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകാൻ, ഭർത്താവ് ഉണ്ടെങ്കിൽ അവരുടെ മദ്യപാനം ഉണ്ട് അത് മാറാൻ, എന്നുവെച്ചാൽ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ, അതൊക്കെ വലിയ കാര്യമാണ്. അതുപോലെ ജോലി കിട്ടാൻ, മക്കൾക്ക് അല്ലെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ, ഭയം മാറാൻ, സമ്പത്തുണ്ടാകാൻ, ഒരാൾ രക്ഷപ്പെടാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതല്ല. ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യമാണ്. അത് മനസ്സിനൊരു സന്തോഷമാണ്. കാരണം എൻ്റെ കാലം കഴിഞ്ഞാൽ വീഡിയോകൾ കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് എഴുതി വെക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അന്നും പ്രയോജനം കിട്ടും. അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്നും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് സീസണോ ഒന്നുമില്ല. എന്നും പ്രയോജനം ചെയ്യുന്ന കാര്യം. എൻ്റെ വീഡിയോ 90% എന്നും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ഒരു സംതൃപ്തിയായിട്ട് ഉള്ളിലുണ്ട്. അത് മതി മരിക്കുമ്പോഴാണെങ്കിലും, വേറൊന്നും വേണ്ട. ഇപ്പോൾ എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.